ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരി ഇപ്പോൾ നിൽക്കുന്നത് ഷിരിയയിലാണ് കേട്ടോ. ഷിരിയയിൽ ഇതാ കാണുന്ന വീട് സൂം ചെയ്തുതരാം. ആ നീല ടാങ്ക് കാണുന്ന ആ വീട്ടിലേക്ക് ഒരു വിരുന്നുമായി സഫാരി വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ടൈം കൂടി ഉണ്ട് നമ്മൾ തിരിച്ചു പോകാൻ. ആ സമയത്ത് അതിൻ്റെ ബാക്ക് ഭാഗത്തിലൂടെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഷിരിയ ഭാഗത്തുള്ള കടൽ കാണാൻ കഴിയും. അപ്പോൾ ആ കടൽ വളരെ ചുരുങ്ങിയ ഇടവേളയാണെങ്കിൽ പോലും ആ ഇടവേളയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് സഫാരി വരുന്നത്. നോക്കാം കടലിൻ്റെ കാഴ്ചകളിലേക്ക്. നല്ല സൂര്യനാണ് ഇവിടെ. നേരെ തല മുകളിൽ തണ്ടില്ല, ഈ തിളങ്ങുന്നതാണ് സൂര്യന്. അതുകൊണ്ട് കടലിൻ്റെ അടുത്ത് വല്ലാതെ അടുക്കാൻ കഴിയുന്നില്ല. സമയം ഉച്ചതിരിഞ്ഞപ്പോൾ 3:30, 15:30 ഇപ്പോൾ. രണ്ട് പട്ടിക്കിടാങ്ങൾ, കുട്ടികളെ കാണാം, കമ്പിനടിച്ച് പോകുന്നുണ്ട്. എന്നെ കണ്ട സമയത്ത് തന്നെ ഒന്ന് ഓടിപ്പോയിട്ടോ. അവിടെ ഒരു പശുക്കിടാവ് നിൽക്കുന്നുണ്ട്. പിന്നെ നീണ്ട് വിശാലമായി കിടക്കുന്ന കടലോരം. ഈ സമയത്തുള്ള കടൽ കാഴ്ചകളാണ് ഇപ്പോൾ സഫാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ അതിൻ്റെ തീക്ഷ്ണതയിൽ നിൽക്കാണ്. ഇന്നലെയും ഇന്നും നാളൊക്കെ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥക്കാരൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ മഴ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആകാശത്തൊരു കാർമേഘം പോയിട്ട് വെളുത്ത മേഘങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ഇങ്ങനെയാണ് കടൽ കാഴ്ചകൾ. വിദൂരതയിലേക്ക് നീണ്ടു നിൽക്കുന്ന കടൽ. ഞാൻ എൻ്റെ ഈ സഫാരി ചാനലിൽ തന്നെ ഇഷ്ടംപോലെ കടൽ കാഴ്ചകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ സമയത്ത് ആദ്യമായിട്ടാണ് കേട്ടോ. 3:30, 4 മണി സമയത്ത്. ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങൂല. ഒന്നുകിൽ വെയിൽ, അല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ ജോലി തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഈ സഫറിൻ്റെ സമയത്ത് എവിടേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് മാത്രമാണ് നമ്മളൊന്ന് പുറത്തിറങ്ങുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴുള്ള കാഴ്ചകൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സഫാരിയുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പല ആളുകൾക്കും ഇഷ്ടമുണ്ട്. ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ കുറഞ്ഞ സബ് ഇതുണ്ട്. ഇപ്പോൾ നല്ല ഏകദേശം 10,000-ൻ്റെ അടുത്തൊക്കെ സബ് എത്തിയില്ല. ഇതെല്ലാം നിങ്ങൾ തന്ന വിജയമാണ്. സഫാരിയുടെ വിജയം അത് നിങ്ങളുടെ നിങ്ങളുടെ തമ്പിലാണ്. ഓക്കെ, സഫാരിയുടെ തമ്പിനയിലും നിങ്ങളുടെ തമ്പും പ്രവർത്തിക്കുമ്പോഴാണ് സഫാരിയുടെ വിജയം. ഇവിടെ കാണുന്നത് കുറേ കള്ളിമുൾ ചെടികളാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ മറന്നു. ഇവിടെ കുറേ കള്ളിമുൾ ചെടി കണ്ടോ വാടിയിരിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഓവറാകുമ്പോഴാണ് ഇവ വാടുന്നത്. മറ്റേത് വെള്ളം കിട്ടാതാകുമ്പോഴാണ് വാടുക. ഇത് നേരെ തിരിച്ചാണ്. കാരണം ഇതിൻ്റെ അവിടുത്തെ നേരെ ഒരു കുഴിയാണ് ഉണ്ടാവുക. വെള്ളം ഓവറായിക്കൊണ്ട് കള്ളിമുള്ള് വാടുക. മറ്റുള്ള മരങ്ങൾ വെള്ളം കിട്ടാത്തതുകൊണ്ടുണ്ട്. എൻ്റെ ആ ഒരു ചിന്ത അയ്യോ ഓടിപ്പോയി എത്ര ഉണ്ടെന്ന് അറിയില്ല. അവനവിടെ ആരും അറിയാതെ പതുങ്ങി കിടക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ ഒരു കിണർ. ആ കിണറിൻ്റെ വെള്ളം ഓവറായിട്ടായിരിക്കും വാടിയിട്ടുണ്ടാകും. മറ്റുള്ള ചെടികൾ പോലെയല്ല. മറ്റുള്ള ചെടികൾ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ പാടുമ്പോൾ ഇത് വെള്ളം ഓവറാകുമ്പോൾ പാടിപ്പോൾ അങ്ങനെ കുറേ കള്ളിമുൾ ചെടികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും നമുക്ക് പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ ഓൾ വാച്ചിങ്.